ഫാരഡേസ് ഫസ്റ്റ് ലോ എന്താന്ന് നോക്കാം. ദി എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് is directly proportional to quantity of electricity passing through the electrolyte. അതായത് കാത്തോഡിൽ എത്രമാത്രം സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് ആ സെല്ലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. അതായത് കാത്തോഡിൽ എത്രമാത്രം സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ സെല്ലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. ഇപ്പോൾ ഇതിൽ W എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ആണ്, Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യും. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു എന്ത് വരും? Z ഇൻറ്റു Q വരും. അപ്പോൾ Z എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതായത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതിനാ Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ്. ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ് Z എന്ന് പറയുന്നത്. അപ്പം നമുക്ക് Q എന്ന് പറയുന്നത് എന്താ എഴുതാം? Q ഈസ് ഈക്വൽ ടു IT. I എന്ന് പറയുന്നത് കറണ്ട് ഇൻ ആംബിയർ ആണ്, T എന്ന് പറയുന്നത് ടൈം. അപ്പം ഈ ഇക്വേഷൻ എന്ത് മാറും? W ഈസ് ഈക്വൽ ടു ZIT. Q എന്ന് പറയുന്നത് IT ആണ്, കറണ്ട് ഇൻ ആംബിയർ, T എന്ന് പറയുന്നത് ടൈം. അപ്പോൾ W ഈസ് ഈക്വൽ ടു എന്ത് വരും? ZIT. ഓക്കെ, അപ്പോൾ W എന്താണ്? മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് എന്താ? ZIT. Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ഇൻ ആംബിയർ ആണ്, T എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ്. ഓക്കെ, അപ്പം ഫാരഡേസ് ഇലക്ട്രോളിസിസിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് പറയുന്നത് ഫാരഡേസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലോയും ഉണ്ട്, സെക്കൻഡ് ലോയും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോയാണ് ഇവിടെ പറഞ്ഞത്, അതായത് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഓർ ഡെപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ്. അതായത് കാത്തോഡിൽ എത്രമാത്രം സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്തു എന്നുള്ളത് ആ സെല്ലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് W ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q. അപ്പോൾ W എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്, Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് Z. അപ്പോൾ W ഈസ് ഈക്വൽ ടു എന്ത് വരും? ZQ. അപ്പോൾ Z എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Q എന്ന് പറയുന്നത് IT ആണ്, അതായത് കറണ്ട് ഇൻ ആംബിയർ ഇൻറ്റു ടൈം, അതാണ് Q എന്ന് പറയുന്നത്. അപ്പോൾ W ഈസ് ഈക്വൽ ടു എന്ത് വരും? ZIT. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ്. Z എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് ആണ്, I എന്ന് പറയുന്നത് കറണ്ട് ഇൻ ആംബിയർ, T എന്ന് പറയുന്നത് ടൈം ഇൻ സെക്കൻഡ്. അപ്പോൾ ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ. നെക്സ്റ്റ് ഫാരഡേസ് സെക്കൻഡ് ലോ അതെന്താണെന്ന് നോക്കാം. ദി എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിങ് ത്രൂ ദ ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ ആർ പ്രൊപ്പോർഷണൽ ടു ദെയർ കെമിക്കൽ ഇക്വലൻറ്റ് വെയ്റ്റ്. അതായത് കുറേ സെൽസ് കണക്ട് ചെയ്യുമ്പോൾ ഓരോ കാത്തോഡിൻ്റെ മുകളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അതിൻ്റെ കെമിക്കൽ ഇക്വലൻറ്റിൻ്റെ മുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് കുറേ സെൽസ് ഡിഫറെൻറ്റ് സെൽസ് കണക്ട് ചെയ്യുമ്പോൾ ഓരോ കാത്തോഡിൻ്റെ മുകളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ ഇക്വലൻറ്റിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ റിക്വയർഡ് ടു ദ റെഡ്യൂസ് ദി കാറ്റോൺ. ഇതാണ് കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫാരഡേസ് സെക്കൻഡ് ലോ എന്ന് വെച്ചാൽ ഒരുപാട്, അതായത് ഡിഫറെൻറ്റ് സെൽസ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഓരോ കാത്തോഡിൻ്റെ മുകളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അതിൻ്റെ കെമിക്കൽ ഇക്വലൻറ്റിൻ്റെ മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് വെച്ചാൽ അറ്റോമിക് മാസ് ഓഫ് ദി മെറ്റൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ റിക്വയർഡ് ടു റെഡ്യൂസ് ദി കാറ്റോൺ, അതാണ് കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ ദ റിയാക്ഷൻ, ഈ റിയാക്ഷനിൽ അതായത് സിൽവർ അയോൺസ് ഇലക്ട്രോൺസിനെ സ്വീകരിച്ചിട്ട് സിൽവർ ആറ്റമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ 1 mole ഓഫ് ഇലക്ട്രോൺ ഈസ് റിക്വയർഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് 1 mole ഓഫ് സിൽവർ അയോൺസ്. അപ്പോൾ ഇവിടെ 1 ആണല്ലേ, ഒരു ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ആണ്, അതായത് 1 ഇലക്ട്രോൺ ഈസ് റിക്വയർഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് സിൽവർ അയോൺസ്.
ഇപ്പോൾ വൺ ഇലക്ട്രോൺ നമുക്കറിയാം ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻⁹ കൂളാണ്. അപ്പം 1 മോൾ ഓഫ് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു ഇതാണ് 1 ഇലക്ട്രോണിൻ്റെ ചാർജ്. അപ്പോൾ 1 മോൾ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ത് വരും? ഇത് ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ്. അതായത് 1.602 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. അപ്പം ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ ഇതെന്ത് കിട്ടും? 9.6477 ഇൻറ്റു 10⁻4 വരും. ഇതാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. 1 ഫാരഡേ ഈസ് ഈക്വൽ ടു 96477 കൂളോം പെർ മോള്. ഇത് അപ്രോക്സിമേറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് വിച്ച് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും? 96500 ആണ്. കൂളോം പെർ മോളാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻⁹ കൂളാണ്. അപ്പം ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പം അത് ഇൻറ്റു അവഗാഡ്രോ നമ്പർ വരും. അപ്പോൾ അതാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1 ഫാരഡേ എന്ന് വെച്ചാൽ എന്താ? ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ, അതിനെയാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ 1 ഫാരഡേ ആണല്ലേ, ഇവിടെ 1 മോൾ ഓഫ് ഇലക്ട്രോൺ ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ 1 ഫാരഡേ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ, Mg2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിങ് Mg. അപ്പോൾ ഇവിടെ ചാർജ് ഓഫ് 2 മോൾ ഓഫ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്. 2 മോൾ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? 2 ഫാരഡേ. ഇനി ഇവിടെ 3 മോൾ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്ത് വരും? 3 ഫാരഡേ വരും. ഓക്കെ, അപ്പം ഫാരഡേ സെക്കൻഡ് ലോ എന്ന് വെച്ചാൽ ദ എമൗണ്ട് ഓഫ് different substance liberated by the same quantity of electricity passing through the electrolytic solution are proportional to their chemical equivalent weight. അതായത് ഡിഫറെൻറ്റ് സെൽസ് കണക്ട് ചെയ്യുമ്പോൾ ഓരോ കാത്തോണിൻ്റെ മുകളിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് അതിന് കെമിക്കൽ ഇക്വലൻറ്റിൻ്റെ മുകളിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ ഇക്വലൻ്റ് എന്ന് വെച്ചാൽ എന്താ? അറ്റോമിക് മാസ് ഓഫ് ദി മെറ്റൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ റിക്വയർഡ് ടു റെഡ്യൂസ് ദി കാറ്റോൺ. അതാണ് കെമിക്കൽ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചാർജ്, അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻⁹ കൂളാണ്. അപ്പം ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതേ ഇൻറ്റു അവഗാഡ്രോ നമ്പറാണ്. അപ്പോൾ ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ അതാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ആണിത് 96477 ഓർ 96500. ഇതാണ് 1 ഫാരഡേ എന്ന് പറയുന്നത്. അതായത് ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ ആണ് 1 ഫാരഡേ. അപ്പോൾ ഇവിടെ Mg2 പ്ലസ് 2 ഇലക്ട്രോൺ ഗിവിങ് Mg. ഈ ഇക്വേഷനിൽ ചാർജ് ഓഫ് 2 മോൾ ഓഫ് ഇലക്ട്രോൺസാണ് വരുന്നത് അല്ലേ. അപ്പോൾ അത് 2 ഫാരഡേ വരും. ഇനി 3 ആണെങ്കിൽ 3 ഫാരഡേ. ഓക്കെ, ഇതാണ് ഫാരഡേസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്.